മോനാണ് മൂർത്തീസ് ജുവലറിയെ തകർക്കാൻ വന്നവരുടെ കൂടെ നിന്നത്. അതെ, നിന്റെ മുൻ ഭർത്താവിന്റെ സ്ഥാപനമാണ്. അതേപറ്റിയൊന്നും നീ പറയണ്ട കനകെ. എനിക്ക് നാഗേന്ദ്രനോടുള്ള പകയും ദേഷ്യവും ഒക്കെ മറ്റാരെക്കാളും നന്നായിട്ട് എന്റെ അച്ഛനും അമ്മയ്ക്ക് അറിയാം. എന്തായാലും ആ നാഗേന്ദ്രന്റെ അതേ സ്വഭാവ അഭിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അവന് നാഗേന്ദ്രനും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് അവൻ പറഞ്ഞത്. ആ, അവന്റെ നാവല്ലേ, അത് കണ്ണടച്ച് നീ അങ്ങ് വിശ്വസിക്കണ്ട. അനിയെ മാറ്റിയിട്ട് MD കസേരയിലേക്ക് വരാൻ ആദർശേട്ടൻ ആഗ്രഹിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ആദർശേട്ടന്റെ അച്ഛനും ഇളയച്ചനും അനിയും ഒക്കെ അധികാരത്തിനു വേണ്ടി മത്സരിക്കുന്നവരൊന്നും അല്ല. പക്ഷേ മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരു പതനം ഉണ്ടായ അതിൽ നിന്ന് ജ്വല്ലറിയെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അവരൊക്കെ എന്തും ചെയ്യും. നോക്ക് ജലജെ, നീ ഇങ്ങനെ കൂടുതൽ അസൂയം കുശുമ്പോ എടുത്ത് നടക്കാതെ നിന്റെ മോളും അനിയായിട്ടുള്ള കല്യാണം നടത്താൻ നോക്ക്. അറിയാലോ, അനിക്ക് ഈ കല്യാണത്തോട് ഒരു താല്പര്യമില്ല. അങ്ങനെ താല്പര്യം ഇല്ലാതാക്കിയത് നിന്റെ മോളാണ്. ആ മോള് വിചാരിച്ചിരുന്നെങ്കിലേ ഇങ്ങനൊരു കല്യാണത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നില്ല. അനിയും നന്ദുവും ഒന്നിച്ച് ജീവിക്കുമായിരുന്നു. അനി ഇപ്പോഴും നന്ദുവിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അത് ആർക്കും നിഷേധിക്കാനൊന്നും പറ്റില്ല, നിങ്ങൾക്ക് പോലും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്റെ അനിയത്തിയുടെ നന്മ കൊണ്ടാ നിങ്ങളുടെ മകളുടെ വിവാഹം നടക്കാൻ പോകുന്നത്. അത് മറന്നിട്ട് അവളെ കുറ്റപ്പെടുത്താൻ നോക്കണ്ട. അല്ലെങ്കിൽ തന്നെ അതിന് നിങ്ങൾക്ക് എന്ത് അർഹതയുള്ളത്? സ്വന്തം മോൻ പോലും എതിരാളികളുടെ വിജയത്തിന് വേണ്ടിയിട്ട് അവനെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഓരോന്ന് ചെയ്തില്ലേ? അവൻ മാത്രമല്ല, നിന്റെ ചേച്ചിയാണ് എതിരാളിക്കൊപ്പം ആദ്യം പോയത്. എന്താ ആ കഥയൊക്കെ നീ അങ്ങ് മറന്നുപോയോ? ഒന്നും മറന്നിട്ടില്ലടി. എന്തൊക്കെ പറഞ്ഞാലും ആ ജുവലറിയുടെ തലപ്പത്തിരിക്കുന്നത് നിന്റെ കെട്ടിയോനല്ലേ. അങ്ങനെ ഒരു കെട്ടിയോൻ എനിക്കില്ല. നീ ഇല്ലെന്ന് പറഞ്ഞാലും അയാള് തന്നെയാണല്ലോ നിന്റെ മക്കളുടെ അച്ഛൻ. അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. സംസാരിച്ചാലേ നിങ്ങൾ വെറുതെ കൊച്ചായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ടൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. നിന്റെ സ്വഭാവം കൊണ്ടാണ് നിന്റെ മക്കൾക്കൊക്കെ നല്ലത് സംഭവിക്കാത്തത്. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ആദ്യം നവീനെ പോലെ നല്ലൊരു പയ്യന്റെ ആലോചന നിന്റെ മകൾക്ക് വന്നതാ. അത് തട്ടിത്തെറിച്ചു പോയി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഇനിയെങ്കിലും ആ അനിയുമായിട്ടുള്ള ബന്ധമെങ്കിലും നീ നടത്തിയെടുക്കാൻ നോക്ക്. എല്ലാരോടും പൊങ്ങച്ചൻ പറഞ്ഞതാ മൂർത്തീസ് ജ്വല്ലറിയുടെ MD എന്റെ ഹസ്ബൻഡായി വരാൻ പോകുന്നേന്ന്. അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ടാ ഇല്ലാതായത്. അവന്തിക മോളെ, മോളെ, നീ നിന്റെ അമ്മയും ആങ്ങളെയും പോലെയല്ല. അതുകൊണ്ട് നിനക്കൊരു ഉറപ്പ് തരാനാ ഞാൻ വന്നത്. മോളുടെ അമ്മയൊക്കെ പറയുന്ന പോലെ എന്റെ നന്ദു നിന്റെ നിശ്ചയത്തിനൊരു തടസ്സമായിട്ട് ഇങ്ങോട്ട് വരില്ല. എല്ലാം മംഗളമായിട്ട് തന്നെ നടക്കും. അനിയുടെ എതിർപ്പ് നന്ദുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് അവധിക കരുതണ്ട. നിനക്കറിയാലോ മോളെ, ആദ്യ കല്യാണവും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ട് എല്ലാരും കൂടി അനിയെ പ്രഷർ ചെലുത്തിയ കതിർ മണ്ഡപത്തിൽ എത്തിച്ചത്. ഞങ്ങളുടെ നിശ്ചയത്തിന് തടസ്സമൊന്നുമില്ലെന്ന് എനിക്കറിയാം എടുത്തി. പിന്നെ അനിയേട്ടൻ ഇപ്പോഴും എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാ എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നിയത്. മോളെ, ആ സംശയമൊന്നും ശരിയായി വരില്ല. നീ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കും. പിന്നെ അനിയിപ്പോ മോളോട് കുറച്ച് അകൽച്ചയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവൻ വളരെ നല്ല പയ്യനാ. ആദർശേട്ടനെ പോലെ തന്നെ അനിയും. ഇന്ന് തന്നെ കണ്ടില്ലേ, അനിയുടെ സ്ഥാനത്ത് അഭിയായിരുന്നെങ്കിൽ MD സ്ഥാനം ഇതുപോലെ ഒഴിഞ്ഞു കൊടുക്കുമെന്ന് പറയുമായിരുന്നോ? കമ്പനിയുടെ MD ആകണമെന്ന് അനിയോട് മുത്തശ്ശൻ പറഞ്ഞപ്പോ മുതൽ അനി ഭയങ്കര സങ്കടത്തില.
അന്ന് MD സ്ഥാനം ഏറ്റെടുക്കാൻ പോയപ്പോൾ പോലും ഗസ്റ്റ് ഹൗസിൽ വന്ന ആദർശേട്ടന്റെയും എന്റെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാ പോയത്. അന്ന് ഒരുപാട് വിഷമിക്കുകയൊക്കെ ചെയ്തു, പാവം. മോളെ, അനിയെ പോലെ സ്നേഹമുള്ള പിള്ളേരെ ഇന്നത്തെ കാലത്ത് കണ്ടു കിട്ടാൻ വളരെ പ്രയാസ. എന്റെ നന്ദുവിനും ഒരുപാട് കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ പരിചയമില്ലാത്ത പയ്യന്മാരായതുകൊണ്ടേ അവരൊക്കെ ഏത് തരക്കാരാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആണിനും പെണ്ണിനും ഇന്നത്തെ കാലത്ത് ഒരുപോലെ പേടിയാ കല്യാണം എന്നൊക്കെ പറയുമ്പോ. അങ്ങനെ നോക്കുമ്പോ സ്വന്തം കൺമുന്നിൽ തന്നെയുള്ള ഒരു പയ്യനെ കിട്ടുന്നത് മോളുടെ വലിയ ഭാഗ്യ. അപ്പോഴേ ഞാൻ എല്ലാവരെയും കണ്ടു. ഇനി എന്റെ മൂത്ത മോളെ ഒന്ന് കാണണം, മോളുടെ നാത്തൂനെ. അവളെയും കൂടെ കണ്ടിട്ടേ ഞാൻ അങ്ങ് പോവുക, കേട്ടോ? അപ്പോഴേ എന്റെ നന്ദൂട്ടനെ ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ. അമ്മേ, ചേച്ചിയുടെ അടുത്തേക്ക് ഞാൻ വരുന്നില്ല, വന്ന ശരിയാവില്ല. ആദർശേട്ടൻ മടങ്ങി വന്നതിന്റെ ദേഷ്യത്തിലായിരിക്കും ചേച്ചി ഇപ്പോ. അവളുടെ ഒരു ദേഷ്യം. എന്തായാലും അവളെ കണ്ട് രണ്ട് വർത്താനം പറയാതെ ഞാൻ പോകുന്നില്ല, അത് ശരിയല്ല. തൃപ്തിയായോടി നിനക്ക്? എടി തൃപ്തിയായോന്ന്? എടി, എന്നായാലും എപ്പോഴായാലും സത്യം മാത്രമേ ജയിക്കത്തുള്ളൂ. കണ്ടില്ലേ, മൂർത്തി സാറും അമ്മയും കൂടി രാജകീയമായി ആദർശ് മോനെയും നയന മോളെയും അകത്തേക്ക് ആനയിച്ചത്. അപ്പൊ അതൊക്കെ നീ വെളറിയ മുഖത്തോടെ നോക്കി നിൽക്കുന്നത് കണ്ടായിരുന്നല്ലോ. നീയും നിന്റെ അഭിയും കൂടി ആ AN ജുവലറിയെ നന്നാക്കാൻ വേണ്ടി പോയതല്ലേ? എന്നിട്ട് എന്തായി മോളെ? ഡേ, നിന്റെ മിടുക്കൊണ്ടൊന്നും അല്ല അവര് നിന്നെ മോഡലാക്കിയത്. അതുപോലെ തന്നെ നീ പറഞ്ഞതുകൊണ്ടൊന്നും അല്ല അവരഭിക്ക് ജോലിയും കൊടുത്തത്. അവന്റെ അച്ഛനാ AN ജുവലറിയുടെ മുതലാളി. എന്തായാലും എനിക്കിപ്പോ ഒരു ജോലിയുണ്ട്, നല്ല ശമ്പളവും ഉണ്ട്. മോളെ, എത്ര ശമ്പളം ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് നീ ആ ജോലി കളയാൻ നോക്ക്. അതൊക്കെ പറയാൻ അമ്മയ്ക്ക് എന്താ അവകാശം? അമ്മേ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്ന ഒരു അമ്മയല്ലേ? ഡേ, ഞാനെന്ത് തെറ്റിദ്ധാരണ പരത്തിയെന്നാ നീ പറയുന്നേ? അമ്മയ്ക്കറിയില്ലേ? ഇല്ല. എന്റെ അബി കൊള്ളരുതാത്തവനാണെന്നും അബിയുടെ കുട്ടിയാണ് ചന്തുമോളെന്നൊക്കെ അമ്മ പറഞ്ഞില്ലേ? ഞാൻ അങ്ങനൊരു കാര്യം പറഞ്ഞിട്ട് തന്നെ അത് സത്യാണോന്നറിയാൻ നീ ശ്രമിച്ചിട്ടൊന്നുമില്ലല്ലോ. അതിന് പിന്നാലെ നീ പോയിട്ടുമില്ലല്ലോ. എനിക്കതിന്റെ ആവശ്യമില്ല. എന്റെ അബി എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ അച്ഛനെ കളയാൻ ഞാൻ റെഡിയല്ല. നിന്നോട് ഇനി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല മോളെ. നിനക്ക് ചുറ്റിനും ഉള്ളവര് നല്ലവരായതുകൊണ്ട് നീ നശിക്കൂന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നിന്റെ അബിക്കൊപ്പം നീ ഉറച്ചു നിന്നാലേ നിന്റെ ജീവിതത്തില് നല്ലതൊന്നും ഉണ്ടാവില്ല. നിന്റെ ഭാവി ഇരുട്ടിലാവുകയും ചെയ്യും. എനിക്കും അമ്മയോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. എനിക്കറിയാം ആദർശ് മോനും നയന മോളും തിരികെ വന്നതിന്റെ വിഷമം നിനക്ക് ഉണ്ടാവൂന്ന്. എടി, അവരാണ് ഈ വീട്ടിൽ താമസിക്കേണ്ടത്. നീയോ അബിയോ ആണ് പുറത്തു പോകേണ്ടത്. എന്നാ പോയി പറ മുത്തശ്ശനോട് ഞങ്ങളെ പുറത്താക്കാൻ. നിന്റെ അബി എന്താണെന്നും ഏതാണെന്നൊക്കെ മൂർത്തി സാറിന് നന്നായിട്ട് അറിയാം. അതിനൊപ്പമാണ് അവനിപ്പോ അവന്റെ അച്ഛന്റെ സ്ഥാപനത്തിലും മാനേജരായത്. ഇപ്പൊ അവൻ പറയുന്നതേ അയാളുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നാ. അവനങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട്. എനിക്ക് ഉറപ്പാ അവനും അവന്റെ അച്ഛനും തമ്മില് ഇപ്പൊ നല്ല ബന്ധമുണ്ടെന്ന്. അവൻ എന്ത് പറഞ്ഞാലും അതിനെതിരായിരിക്കും സത്യം. അതിന് ഇവിടെ ഉള്ളവര് തെളിയിച്ചു കഴിഞ്ഞാ ആ നിമിഷം നിന്റെ അബി എവിടുന്ന് പുറത്താ. ആ സമയത്തെ അവന്റെ അമ്മ പോലും അവനോടൊപ്പം നിൽക്കില്ല. അവൻ എങ്ങോട്ട് പോയാലും അവന്റെ പിന്നാലെ ഞാനും കാണും.
അവനെ വിടാതെ പിന്തുടരും ഞാൻ, അവന്റെ നാശം കാണുന്നത് വരെ. ആയിക്കോ, നീ എന്താന്ന് വെച്ചാ ആയിക്കോ. ഇപ്പൊ ആദർശിനും നയനമൊക്കെ ഉണ്ടായ ഈ വിജയം ഉൾപ്പെടെ എല്ലാം അവരുടെ മനസ്സിന്റെ നന്മ കൊണ്ടാ. അവര് നേരായ വഴിയിൽ നടക്കുന്നതുകൊണ്ടാ. എന്റെ മോളെ, അത് ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോ. ദേ നോക്ക്, തള്ളിക്കളയേണ്ടവരെ ചേർത്ത് പിടിച്ചിട്ട് നീ നല്ലവരെ മാറ്റി നിർത്തുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതിനുള്ള ശിക്ഷ എന്റെ പൊന്നുമോക്ക് കിട്ടിക്കോളും കേട്ടോ. മോളെ, നീ ഇടയ്ക്ക് അഭിയുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്നെ കണ്ടപ്പോ പെട്ടെന്ന് സംസാരം നിർത്തുകയും ചെയ്തു. എന്താ അവൻ പറഞ്ഞത്? ഏയ് ഒന്നുമില്ലമ്മേ. അവൻ ശരിക്കും നാഗേന്ദ്രനെ കാണുന്നുണ്ടോ മോളെ? എനിക്കറിയില്ല, അതൊന്നും ഏട്ടൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരുത്തിയുടെ കെയർ ഓഫിലല്ലേ ഏട്ടൻ അവിടെ ജോലി കിട്ടിയത്. എങ്കിലേ അവനെ AN ജ്വല്ലറിയുടെ മാനേജർ ആക്കിയത് എന്തുകൊണ്ടാ? ഒരുത്തൻ ജോലിക്കായിട്ട് പോകുമ്പോ അവനെ പിടിച്ച് മാനേജർ ആക്കുവാണോ? അത് മാത്രമാണോ? അവൻ അത്യാവശ്യം പേരുദോഷം കേൾപ്പിച്ചിട്ടല്ലേ അങ്ങോട്ട് പോയത്? നമ്മുടെ ജ്വല്ലറിന്ന് അവനെ പുറത്താക്കിയതല്ലേ? അങ്ങനെയുള്ളവനെ ആരെങ്കിലും പിടിച്ച് മാനേജർ ആക്കൂ? അങ്ങനെ ഏട്ടൻ മാനേജർ ആയപ്പോ അമ്മ ഒരുപാട് സന്തോഷിച്ചതാണല്ലോ, അഹങ്കരിച്ചതാണല്ലോ. എന്നു മാത്രമല്ല, AN ജ്വല്ലറിക്ക് ഒരുപാട് വിജയങ്ങൾ ഉണ്ടായപ്പോ അത് അഭിയേട്ടന്റെ മിടുക്കാണെന്നല്ലേ അമ്മ പറഞ്ഞത്. അതൊക്കെ ശരിയാ. അതിന്റെ കാരണം നിനക്കറിയാലോ. അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ആ ദുഷ്ടന്റെയാണ് AN ജ്വല്ലറി എന്ന്. എന്തായാലും ശരി, എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ അച്ഛനെന്ന് നീ പറയരുത്. അങ്ങനൊരു അച്ഛൻ നിനക്കില്ല. എന്ന് പറഞ്ഞാ എന്നെ ജനിപ്പിച്ചൊരാൾ വേണ്ടേ അമ്മേ? ആ, അയാളല്ല നിന്നെ ജനിപ്പിച്ചത്. പിന്നാരാ? ദേ, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കരുത്. ഒരു കാരണവശാലും എന്റെ മക്കൾ അയാളെ പോലൊരു ദുഷ്ടനെ കാണാൻ പാടില്ല. ഈ ലോകത്തെ ഇതുപോലെ ഫ്രോഡായ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. അത് പറഞ്ഞപ്പോ നിനക്കെന്താടി ഇഷ്ടപ്പെടാത്തത്? അപ്പോ നീ കണ്ടോ അയാളെ? എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? വേറൊന്നും കൊണ്ടല്ല. നീ അയർലൻഡിൽ നിന്ന് വന്നപ്പോ ഇവിടെ കാണിച്ച അഭിനയം ഉണ്ടല്ലോ. നീ നിന്റെ മുത്തശ്ശനെയും മറ്റുള്ളവരെയും സ്നേഹിച്ചപ്പോ എന്നെ അഭിയെ മാറ്റി നിർത്തിയേക്കുമായിരുന്നു. അതൊക്കെ നിന്റെ അഭിനയമല്ലായിരുന്നോ? അതുപോലെ നീ ഇപ്പോഴീ പറയുന്നതൊക്കെ കണ്ണു അടച്ച് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാ. വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ വിശ്വസിക്കണ്ട. അതെ, നിശ്ചയമായിട്ട് എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. അമ്മ വരുന്നുണ്ടോ എനിക്കൊപ്പം? ഞാൻ റെഡിയായിട്ട് വരാം. അമ്മേ, അവിടെ നടന്നത് എന്താന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ടാ ഞാനിവിടെ നിന്നത്. അത് അറിഞ്ഞിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് പോവാൻ. എന്തായിരിക്കും അവിടെ നടന്നത്? ആ, നീ പറ, എന്തായിരിക്കും അവിടെ നടന്നത്? അവിടെ ആരുടെങ്കിലും ബർത്ത്ഡേ ആയിരുന്നോ? മുത്തശ്ശന്റെയോ മുത്തശ്ശിയുടെയോ മറ്റോ? അല്ല, അവിടെ ഇന്ന് 2 VIP വന്നിരുന്നു. മൂർത്തീസ് ജുവലറിയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ച 2 VIPകൾ. അവര് ചെണ്ടമേളം, മുത്തുക്കുട, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ അകത്തേക്ക് സ്വീകരിക്കുകയും ചെയ്തു. ആഹാ, കൊള്ളാലോ. അതുകൊണ്ടാ ചോദിച്ചത് ആരായിരിക്കും വന്നതെന്ന്. ആരാ
അച്ഛാ? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ആ എന്നാ കേട്ടോ, പടി ഇറങ്ങിപ്പോയവര് പടി കയറി വന്നു. അതേ മോളെ, ആദർശനെയും നയനയും മൂർത്തി സാറും വസുന്ധരാമ്മയും കൂട്ടിക്കൊണ്ടുവന്നു. അയ്യോ, അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മേ. മൂർത്തി സാറ് നമ്മൾ കരുതുന്ന പോലെ ഒരാളല്ല. കുടുംബത്തിനപ്പുറം ബിസിനസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് മൂർത്തി സാർ എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ. അത് ശരിയല്ല മോളെ. അദ്ദേഹത്തിനെ കുടുംബം വിട്ടൊരു കളിയില്ല. പിന്നെ ആദർശനെ നല്ലൊരു ബിസിനസ്സുകാരനാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളാണ് ഇതൊക്കെ. ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ചില സംശയങ്ങൾ തോന്നാതിരുന്നില്ല. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള കാരണവുമാരെ അപൂർവ അല്ല ഗോവിന്ദേട്ടാ? ആദർശേട്ടന്റെ മുത്തശ്ശൻ അസാധാരണ പവറുള്ള ഒരു വലിയ മനുഷ്യനാ. സത്യം പറഞ്ഞ എനിക്ക് പോലും മുത്തശ്ശന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കാനൊന്നും പറ്റില്ല. അത്രയ്ക്ക് തേജസ് ആ മുഖത്ത്. അത് മോള് പറഞ്ഞ ശരിയാ. മൂർത്തി സാറിന്റെ ആ ഗാംഭീര്യം ആർക്കും കിട്ടിയിട്ടില്ല. മൂർത്തി സാർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആദർശന് പോലും. ആ, അപ്പൊ അവിടെ ചിലർക്ക് സന്തോഷവും മറ്റു ചിലർക്ക് ദുഃഖമായി കാണുമല്ലോ അവരുടെ വരവ്. പിന്നില്ലേ, ജലജയും ജാനകിയും അബിയും പിന്നെ നിന്റെ നവ്യേച്ചിയൊക്കെ അന്തം വിട്ട് നോക്കി നിൽക്കുമായിരുന്നു. അതിന്റെ ഇരട്ടി സന്തോഷത്തോടെയാണ് അവരെ സ്നേഹിക്കുന്നവര് അവരെ അകത്തോട്ട് ആനയിച്ചത്. പ്രത്യേകിച്ച് ആദർശന്റെ അമ്മ. അത് സത്യ. മരുമോളെ കിട്ടിയതോടെ ദേവയാനിക്ക് വീണ്ടും ജീവൻ വീണെന്ന് തന്നെ പറയാം. പിന്നെ ആദർശിനെ മൂർത്തി സാർ തിരികെ കൊണ്ടുവരിക മാത്രമല്ലല്ലോ ചെയ്തത്, MD സ്ഥാനം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അത് പിന്നെ അങ്ങനെ തന്നെ വേണമല്ലോ. അല്ലെങ്കിലും എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അല്ല, അതെങ്ങനെ നിനക്കറിയാം? അനിയെന്താ നിന്നോട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി അതിന്റെ പേരിൽ എന്നെ സംശയിക്കാനൊന്നും നിൽക്കണ്ട. ആദർശേട്ടനും നയനേച്ചിയൊക്കെ എപ്പോഴും പറയുമായിരുന്നു എനിക്ക് MD കസേരയിൽ ഇരിക്കാൻ ഒട്ടും താല്പര്യമില്ലെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി ദയവേത് അതിൽ പിടിച്ച് കയറണ്ട രണ്ടുപേരും. ഓ, അനിയുടെ ഒരു പേര് പറഞ്ഞു പോയ രണ്ടാൾക്ക് സംശയം. ഇനിയിപ്പം ഞാനിവിടെ നിൽക്കുന്നില്ല. എന്തായാലും കേട്ട വാർത്ത സന്തോഷമുള്ളതാ. അതിന്റെ കൂടെ ഇനി വഴക്കിട്ടൊന്നും പോകുന്നില്ല. ആ പിന്നെ മോളും മരുമോനും അനന്തപുരി തറവാട്ടില് തിരിച്ചു കയറി. അവർക്കിവിടെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണ്ടേ? പിന്നെ എപ്പോ വേണമെങ്കിലും കൊടുക്കാം. അല്ല, അല്ലെങ്കിൽ ഇനി അവക്ക് ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കേണ്ടത് ഞാൻ തന്നെയാണല്ലോ. 7-ാം മാസം കഴിഞ്ഞാലേ എന്റെ നയനമോൾ ഇങ്ങോട്ട് വരും. അങ്ങനെ വരുന്ന മോളെ കാണാനായിട്ട് ഇടയ്ക്ക് ആദർശ് ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. 7-ാം മാസം ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ സ്ഥിരമായിട്ട് ഇവിടെ നിർത്താൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിന് മിക്കവാറും ആദർശന്റെ അമ്മ സമ്മതിക്കത്തില്ല. ഏഴാം മാസം ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ സ്ഥിരമായിട്ട് ഇവിടെ നിർത്താൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിന് മിക്കവാറും ആദർശന്റെ അമ്മ സമ്മതിക്കത്തില്ല. മോള് പറഞ്ഞ ശരിയാ. ഇന്നും ആദർശന്റെ അച്ഛൻ പറഞ്ഞു ദേവയാനിക്ക് നയനമോൾ എങ്ങോട്ട് മാറിയാലും അത് വലിയ വിഷമാണെന്ന്. എങ്കിലും അവളെ 2-3 മാസമെങ്കിലും നമ്മൾ നോക്കണ്ടേ ഗോവിന്ദേട്ടാ? കുഞ്ഞ് ജനിച്ച് നൂലുകെട്ടൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചുവിട്ടാ പോരെ? ആദർശന്റെ അമ്മയ്ക്ക് വിഷമമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കടുത്ത തീരുമാനമൊന്നും നമ്മൾ എടുക്കണ്ട. അവര് പറയുന്ന പോലെ കേൾക്കാം. എന്താണ് നിനക്ക് ഇത്ര സന്തോഷം? ഓഫ് ചെയ്യടാ അത്. ഞാൻ ഫ്രീ ആയമേ. MDയുടെ കിരീടം ഏട്ടന്റെ തലയിൽ വെച്ച് കൊടുത്തതോടെ എന്റെ ജോലിഭാരം പകുതി കുറഞ്ഞു. MD ആയി നീ വന്നതിന് ശേഷം വിജയങ്ങൾ മാത്രമേ മൂർത്തിസ് ജ്വല്ലറിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ നീ പറയണമായിരുന്നു നിന്റെ മുത്തശ്ശനോട് ആ കസേര ഉപേക്ഷിക്കാൻ നിനക്ക് ഇഷ്ടമല്ലെന്ന്. ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല.
ഏട്ടന്റെ കസേര എന്തായാലും എനിക്ക് വേണ്ട. ബന്ധുക്കളോടും നാട്ടുകാരോടും അറിയാവുന്ന സുഹൃത്തുക്കളോടും എല്ലാം ഞാൻ പറഞ്ഞു നടക്കുകയായിരുന്നു, എന്റെ മോനാണിപ്പോ മൂർത്തീസ് ജ്വല്ലറിയുടെ MD എന്ന്. അതുകൊണ്ട് അവരുടെയൊക്കെ മുന്നിൽ എനിക്ക് വലിയ വിലയായിരുന്നു. അതാടാ നീ ഒറ്റയടിക്ക് ഇല്ലാതാക്കി കളഞ്ഞത്. അമ്മ ഒരു സാധാരണ ഫാമിലിന്നാ അച്ഛന്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് വന്നത്. എന്നാ വല്യമ്മയുടെ കാര്യം അങ്ങനെയല്ല. വല്യമ്മ കോടീശ്വരിയായിരുന്നു. എന്നിട്ട് ആ വല്യമ്മയ്ക്ക് അമ്മയുടെ കൂട്ട് വേദനയില്ലായിരുന്നല്ലോ ആദർശേട്ടന്റെ MD സ്ഥാനം പോയപ്പോ. ഞാൻ ആ കസേര ഏറ്റെടുത്തപ്പോ വല്യമ്മയ്ക്ക് അത് വലിയ സന്തോഷമായിരുന്നു. വല്യച്ഛനും അങ്ങനെ തന്നെയാ. അതൊക്കെ അവര് പുറമെ കാണിക്കുന്നതല്ലേ. ഉള്ളിൽ നിന്റെ വല്യമ്മ പ്രാർത്ഥനയും വഴിപാടൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സാഹചര്യം മാറി മറിഞ്ഞത്. ഛേ, വല്യമ്മയ്ക്ക് ഞാനും ആദർശേട്ടനൊക്കെ ഒരുപോലെയാ. അമ്മയ്ക്ക് അങ്ങനെ അല്ലാത്തത്. അല്ലെങ്കിൽ തന്നെ ഏട്ടനുള്ളപ്പോ അനിയൻ ഏട്ടന്റെ മുകളിലേക്ക് പോകുന്നത് ശരിയല്ലമ്മേ. എടാ, നിന്റെ അച്ഛനെയും വല്യച്ഛനെയും മാറ്റി നിർത്തിയിട്ടാ ആദർശിനെ കമ്പനിയുടെ MD ആക്കിയത്. ഇവിടെ പ്രായം നോക്കിയല്ല ഒരാളെ ആ കസേരയിൽ ഇരുത്തുന്നത്, കഴിവ് നോക്കിയാ. ആ, അതുകൊണ്ടാ ഏട്ടനെ വീണ്ടും ആ കസേര ഇരുത്തിയത്. ഏട്ടന്റെ 4-1 കഴിവ് എനിക്കുണ്ടോമേ. ഞാൻ MD ആയിരുന്നപ്പോ ഏട്ടനാ എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എവിടെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഏട്ടനും ഏട്ടത്തിക്കാണെന്ന് ഞാൻ എത്ര തവണ അമ്മയോട് പറഞ്ഞതാ. നീ എത്ര തവണ പറഞ്ഞാലും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാടാ, തീരാ നഷ്ടം. അല്ല, അച്ഛനും അങ്ങനെ തന്നെയാണോ? അങ്ങേര് നിന്റെ അച്ഛനല്ലേ, പിന്നെ നിന്നെ പോലെയല്ലേ ചിന്തിക്കുള്ളൂ. ആദർശ് വീണ്ടും MD ആയതിൽ നിന്റെ അച്ഛന് സന്തോഷേ ഉള്ളൂ. ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു അച്ഛനെ മോനെ. അങ്ങനെ അങ്ങേര് പറയുന്നു ഒന്നും ഞങ്ങൾ കേൾക്കില്ലല്ലോ അമ്മേ. നീ ഇപ്പൊ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി. ആ ജോലി കളയണം. ഞാൻ നവ്യായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. എടാ, അവള് ജോലി കളയണ്ടെന്നല്ലേ പറയത്തുള്ളൂ. പക്ഷെ ഇത് എന്റെ തീരുമാനമാണ്. എത്രയും പെട്ടെന്ന് നീ മുന്നിൽ നിന്ന് അനിയുടെയും അവന്തികയുടെയും കല്യാണം നടത്തിയാണ് വേണ്ടത്. അനി അതിന് തടസ്സമായിട്ട് നിൽക്കല്ലേ? അതൊക്കെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കണം. എനിക്ക് നിന്നെ അല്ലാതെ മറ്റാരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയില്ലെന്നെന്തോ. എനിക്ക് നിന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടി എന്റെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പോലും പറ്റില്ല.